സ്കൂളുകളിലെ ബാക്ക് ബെഞ്ചേഴ്സ് പരിഷ്കരണത്തിന് പഠനത്തിനായി വിദഗ്ധ സമിതിയെ നിയോഗിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സമിതിയുടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ചായിരിക്കും തുടർ നടപടി. എന്തായാലും നമുക്ക് വർത്തമാന കാലഘട്ടത്തിലെ വിദ്യാഭ്യാസം എന്ന് പറയുന്ന പുതിയ പുതിയ കാര്യങ്ങളും നമുക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. നമ്മൾ വീണ്ടും പഴഞ്ചൻ കാര്യങ്ങൾ തന്നെ നിന്നിട്ട് കാര്യമില്ല. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഉള്ള ബാക്ക് ബെഞ്ചേഴ്സ് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് എങ്ങനെ ഉണ്ടാക്കാൻ സംബന്ധിച്ചിടത്തോളം പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു യു റൗണ്ടിലായാൽ എന്താ, അങ്ങനെ ആയാൽ നമുക്ക് പിന്നെ ടീച്ചറിന് അങ്ങ് അറ്റം വരെ പോകുന്നതിന് വേണ്ടിയും എല്ലാ കുട്ടികൾക്കും അറ്റൻഷൻ കിട്ടുന്നതിന് വേണ്ടിയും കഴിയും. ശാന്തകുമാർ വെള്ളാലത്ത് ചേരുന്നു വിവരങ്ങളുമായി. ശാന്തകുമാർ, എന്നുമെന്നും പുതിയ ആശയങ്ങൾ വരുന്നത് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ആണ് എന്ന് തോന്നുന്നു. അത് അവധിയുടെ കാര്യത്തിലാണെങ്കിലും ഇപ്പോഴിതാ ബാക്ക് ബെഞ്ച് ഒഴിവാക്കുവാനുള്ള ഒരു മനോഹരമായ ചിന്ത, അതാണ് വിദ്യാഭ്യാസ മന്ത്രി പങ്കുവച്ചിരിക്കുന്നത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കൂടുതലായി പറയുന്ന കാര്യങ്ങൾ? തീർച്ചയായും ലക്ഷ്മി, അങ്ങനെ തന്നെയാണ്. പുതിയ ആശയങ്ങൾ എപ്പോഴും വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാവണം. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ കേട്ടതാണ്. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ ക്ലാസ് മുറികളിൽ, പരമ്പരാഗതമായുള്ള ഈ ക്ലാസ് മുറികളുടെ രീതികളിൽ മാറ്റം വരുത്തണം എന്നുള്ളതാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ഒരു പുതിയ ആശയത്തിലൂടെ പറഞ്ഞു വെക്കുന്നത്. അത് ഈ ബാക്ക് ബെഞ്ചേഴ്സ് എന്നുള്ളത് ഒന്നും പറ്റാത്തവർ അല്ലെങ്കിൽ പഠിക്കാത്തവർ, അവരെ ആരും ശ്രദ്ധിക്കാത്തവർ, അല്ലെങ്കിൽ അധ്യാപകർ അവരെ ഒട്ടും ശ്രദ്ധിക്കാണ്ട് പോകുന്നവർ എന്നുള്ള രീതിയിലേക്ക് മാറുന്നു. അത് മുൻബെഞ്ചിലിരിക്കുന്നവർ പഠിക്കുന്നവരും പുറകിലിരിക്കുന്നവർ പഠിക്കാത്തവരും എന്നുള്ള രീതിയിലേക്ക് കാലങ്ങളായിട്ടുള്ള ചില ചിന്തകൾ അല്ലെങ്കിൽ അത്തരം ഒരു രീതികളാണ് നമുക്കുള്ളത്. അത് മാറ്റിയെടുക്കണം. അത് മാറ്റിയെടുക്കുന്നതിനും അധ്യാപകർക്ക് കൂടുതൽ എല്ലാ കുട്ടികളിലും ഒരുപോലെ ശ്രദ്ധ കിട്ടുന്നതിനും വേണ്ടി ക്ലാസ് മുറികളിൽ അവരുടെ ഇരിപ്പിടങ്ങളിൽ മാറ്റം വരുത്തുക. അത് ഇപ്പോൾ ഇരിക്കുന്ന രീതികൾ മാറി ഒരു യു ഷേപ്പിലുള്ള ഒരു സീറ്റിംഗ് മാതൃക തയ്യാറാക്കി അതിൽ കുട്ടികളെ ഇരുത്തി അധ്യാപകർക്ക് എല്ലാ കുട്ടികളെയും ഒരുപോലെ നിരീക്ഷിക്കാനും അവർക്ക് അതിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്താൻ പറ്റുമെന്നാണ് അദ്ദേഹം ഇപ്പോൾ ഒരു ആശയം, പുതിയൊരു ആശയം എന്ന രീതിയിൽ പറയുന്നത്. അതിനൊരു വിദഗ്ധ സമിതിയെ തന്നെ നിയോഗിച്ചിട്ടുണ്ട്. അവ പരിശോധിക്കുന്നു. അതിൽ പ്രായോഗികമായ പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കുന്നുണ്ട്. ക്ലാസ് മുറികളുടെ വലുപ്പം, അത്തരം കാര്യങ്ങൾ, ഇതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിലൊക്കെ ഉണ്ട്. പക്ഷെ അവയെല്ലാം വിദഗ്ധമായൊരു സമിതി അന്വേഷിച്ച് ഒരു റിപ്പോർട്ട് നൽകി ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു വിശദമായ ഒരു ചർച്ചയും പൂർത്തിയാക്കിയതിനു ശേഷം അത് ഏത് രീതിയിൽ നടപ്പാക്കാൻ കഴിയുമെന്ന് ആലോചിക്കുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി. അതായത് ബാക്ക് ബെഞ്ചേഴ്സ് എന്നുള്ള ഒരു പരമ്പരാഗത രീതിയിൽ നിന്ന് മാറി ഒരു പുതിയ രീതിയിലേക്ക് ക്ലാസ് മുറികൾ മരണം എന്ന് തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രി. ശരി ശാന്തകുമാർ, ഏതായാലും ബാക്ക് ബെഞ്ച് ഒഴിവാക്കാൻ, ബാക്ക് ബെഞ്ചേഴ്സിനെ ഒഴിവാക്കുവാൻ, അതിനെ മറ്റൊരു തരത്തിലേക്ക് പരിഷ്കരിക്കുവാനാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ആലോചന. നമ്മുടെ ക്ലാസ് മുറികളുടെ വലിപ്പവും അതിൻ്റെ ആകൃതിയും ഒക്കെ ഇപ്പോഴുള്ള ആ ഒരു ക്രമീകരണത്തിന് പര്യാപ്തമായ രീതിയിലാണ്. ഇനിയിപ്പോൾ ഈ യു ഷേപ്പിൽ വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ വരേണ്ടി വരും എന്നൊക്കെ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും പുതിയ പുതിയ ചിന്തകൾ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന്, വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം.